പവിത്രമായിട്ടുള്ള അവിടെയാണ് കുറിച്ചിട്ടുള്ള സ്ഥലം. അവിടെ ക്യാമറമാൻ അതിസാഹസികമായിട്ടുള്ള പല രംഗങ്ങളും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലൊന്ന് ചെല്ലിക്കഴിഞ്ഞാൽ ക്യാമറമാൻ അയ്യായിരം താഴ്ത്തിരിക്കാൻ നല്ല മഴ, ശക്തമായിട്ടുള്ള മഴയുടെ ഫോൺ കേറുകയും കുഴപ്പമില്ല എന്നുള്ള ആ ലെവലിലുള്ള പല കാര്യങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളം കൂടി വരുന്നു. ഈ പാറോട് മുങ്ങിക്കഴിഞ്ഞാൽ ഫുൾ പ്രളയമായിരിക്കും ഇവിടെ. എന്നിട്ടും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാറ മുങ്ങിക്കാൻ നീന്തൽ കാലത്ത് ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും. ശാന്തിയാണ് ആ സാഹചര്യം കാണാൻ പറ്റുന്നില്ലേ? അതാ വലിയ വെള്ളക്കെട്ടമാണ് ഈത കുളിച്ച സ്ഥലം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക, ക്യാമറ എടുത്തുകൊണ്ടിരിക്കുക. അതാണ് എന്റെ ജോലി. അത് കൂടാതെ വേറെ ഒരു പരിപാടി കഴിക്കില്ല. അവിടെ നോക്കൂ, ശക്തമായിട്ടുള്ള വീണപ്രാസമാണ് അവിടേക്ക്. ക്യാമറമാൻ അതിസാഹസ്യമായിട്ട് ഒഴുകുന്ന പാറ മേലെ ഇരുന്നിട്ടാണ് പല കാര്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാഹസികയുടെ പര്യായം നോക്കൂ. അതിസാഹചര്യമായിട്ട് പാറമേൽ കിടന്ന് ഒരു വിരലുകൊണ്ട് നടത്തുകൊണ്ടിരിക്കുന്നു. അതിസാഹചര്യമായ പല ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അനന്തൻ. വെള്ളം കണ്ടല്ലോ ഒഴുകുന്നത് ഫുൾ ഫോഴ്സിലായിരുന്നു. 2014 വെള്ളം ഒഴുകിയിട്ടുണ്ടെന്ന് ആ സമയത്തൊക്കെ. ഇപ്പോൾ ഇത്രയും ഫോഴ്സ് ഇപ്രാവശ്യം പോയ സമയത്ത് ഇല്ലായിരുന്നു ഇത്രയും മഴ. ഈ സ്ഥലത്തോട്ട് വന്നത് ഞാനും എൻ്റെ ചെറിയച്ഛൻ്റെ മോനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ എവിടെ പോകണേ ഒരുമിച്ചിട്ടാണ് പോകാറുള്ളത്. ഈ കാണുന്നത് കംപ്ലീറ്റ് 2014 ഫോട്ടോസാണ് കാണുന്നത്. ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് എത്തിപ്പെട്ടത് യാദൃശികമായിട്ട് എത്തിപ്പെട്ടാണ്. ഞങ്ങൾ ചുമ്മാ ഒരു റൈഡിന് വേണ്ടി ഇറങ്ങിയിട്ട് തോന്നിയ വഴിയിലോട്ടെല്ലാം പോകുക എന്നൊക്കെ ഉള്ളത് വല്ലാത്തൊരു വീക്ക്നെസ് ആയിരുന്നു പണ്ട്. അപ്പം അങ്ങനെ വന്ന് എത്തിയപ്പോൾ കണ്ടെത്തിയ സ്ഥലമാണ് ഇതെന്നുള്ളത്. അന്ന് ഈ സ്ഥലത്ത് ഒരു പക്ഷിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു ഈ ഭാഗത്ത് തന്നെ. കാരണം ഞങ്ങൾ വിജനമായിട്ട സ്ഥലമായിരുന്നു, തീർത്തും വിജനമായിട്ട്. ഒരു ആൾ പോലും ഈ പരിസരത്ത് പോലും ഇല്ലായിരുന്നു. ഇത് കണ്ടില്ലേ വഴിയൊക്കെ. ഇത് ഞാൻ 2016 വൈഫിനെ കൊണ്ടുപോയ സ്ഥലമാണ്. ഫുൾ ഡ്രൈ ആയിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോഴും ആ ഭാഗത്ത് തന്നെ ഒരു മനുഷ്യനില്ലായിരുന്നു ആ സമയത്ത്. നമ്മൾ ഒരിടത്ത് വഴി ചോദിക്കാൻ പോലും ഒരാൾ കാണാൻ പറ്റില്ല ആ ഭാഗത്ത്. അത്രയും വിജനമായിരുന്ന സ്ഥലം. അങ്ങനെ 2024 10 വർഷത്തിന് ശേഷം വീണ്ടും പോവാണ്. ഞാനും വൈഫും കൂടി യാദൃശ്ചികമായിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇന്ത്യയിൽ 10 സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം കൊല്ലങ്കോടിലേക്ക് യാദൃശ്ചികമായിട്ടാണ് പോകുന്നത്. 10 വർഷത്തിന് ശേഷം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മോളെയും 2 കുട്ടികളെയും സ്കൂളിൽ ആക്കിയതിന് ശേഷം 10:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബൈക്കിൽ. ഞാനാണെങ്കിൽ ഇത്രയും ഒന്നാമത് മഴയുണ്ടായിരുന്നു. മഴ സീസണൊക്കെ ആയതുകൊണ്ട് ചെറുതൊരു മഴ പെയ്യുന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ടീഷർട്ട് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അറബിക്കതിൽ പറഞ്ഞു നല്ല കാറ്റും വെളിച്ചും വരുന്നു. ഒന്നും മോശം പറയരുത്, നല്ല കാറ്റും വെളിച്ചും. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീഷർട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എന്താ പറയുക ക്ലോത്ത് കവർ ചെയ്യുന്ന ഭാഗം വെച്ച് ബാക്കിയെല്ലാം കറുത്ത് കരുവാളിച്ച് ഒരു രക്ഷയില്ലാത്ത ഇതായിരുന്നു. ഇവിടെ കണ്ടില്ലേ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടില്ല. നമ്മൾ പഴയ ആ മലയുടെ ഇതിലും ഈ പനകളുടെ എണ്ണത്തിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ കാര്യമായിട്ട് വലിയ വ്യത്യാസം വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രാവശ്യം പോയപ്പോൾ പനകളുടെ എണ്ണത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു വ്യത്യാസം ഇവിടെ കാണുന്നില്ല പൊതുവെ പറയുകയാണെങ്കിൽ. പിന്നെ ഈ പോയ സമയത്ത് ഈ എന്താ പറയുക നടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പ് ഹരിതാപ ഊഷ്മളത നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്രാവശ്യം. കാരണം തൊട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ജാതി പച്ചപ്പ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ നല്ല ഒരു കണ്ണിന് നല്ല കുളിർമ. കാരണം ഞാൻ വൈഫിനെ ഇതിപ്പോൾ സീതാകുണ്ട് റൂട്ടിലോട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന റൂട്ട് ഞാൻ സീതാകുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വൈഫ് മുഖം തുളിക്കുന്നു തുടങ്ങി. കാരണം വലിയ താല്പര്യം. കാരണം ഒരിക്കലും കൊണ്ടുപോയതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഫുൾ ഡ്രൈ ആയിട്ടുള്ള പാറക്കെട്ടുകൾ, കാരണം വിജയമായിട്ടുള്ള സ്ഥലം. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് അവൾക്ക് വലിയ താല്പര്യമില്ലെന്ന് വരാനായിട്ട് ഞാൻ പിന്നെ എൻ്റെ എൻ്റെ വാശി പ്രകാരം എനിക്കെന്താ അവിടെ പോയി കാണണം, വെള്ളച്ചാട്ടം കാണണം എന്നുള്ളത് ഒരൊറ്റത് കൊണ്ട് ഞാനങ്ങനെ വിടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേറെ പോകാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ട് ഈ കാണുന്നതിനെ പറയുന്ന പേര് താമരപ്പാടം മറ്റേ. ഇതാണ് നമ്മുടെ ഈ കാണുന്ന വീടാണ് നമ്മുടെ മാപ്പിലും അത് ഒരുപാട് റീൽസ് കണ്ടിട്ടുള്ള വീടാണ് ഇപ്പം ഞങ്ങൾ ആ കണ്ട വീട് എന്നുള്ളത്.
അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എത്തും കൊണ്ട് നോക്കുമ്പോൾ എത്തുന്നേ ഉണ്ടാവില്ല സ്ഥലം. അത് നമുക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ വരും, ഈ പോകുന്നത് ശരിയായിട്ടുള്ള റൂട്ടിലാണെന്നുള്ളത്. നേരെ കണ്ട് പോവുക, ഒന്നും നോക്കണ്ട, പൊക്കോളൂ, ധൈര്യമായിട്ട് കണ്ട് പോവാം ഈ റോഡ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. പണ്ട് ഈ ഭാഗത്ത് ഇതുപോലെ റോഡും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല ഇത്. ഒരു ചാടി കിടന്ന് പാറൻ്റെ ഇടയിലൂടെയൊക്കെയാണ് ഞങ്ങൾ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുന്നത് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്താട്ടത്? എനിക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ അമ്മോ, വണ്ടി ഇരുന്നിട്ട് കാല് കടയണു. നിക്ക്, ഞാനെങ്ങനെ കൊടിയാതിരി കയറും? അങ്ങനെ നമ്മളിപ്പോൾ സീതാർകുണ്ടെത്തി. ഇവിടെ സീതാർകുണ്ട് എന്നുള്ള പേര് വരാനുള്ള കാരണം സീത കുളിച്ച സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ സീതാർകുണ്ട് എന്നുള്ള പേര് വന്നത്. അത് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് വന്നിട്ട് ഈ കാണുന്ന ഈ കറയുന്ന ഈ പോർഷൻ്റെ ഈ ഭാഗത്ത് കുളിച്ചാണെന്നുള്ള അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ വേറൊരു പോർഷൻ, അത് ഞാൻ കാണിച്ചു തരാം പിന്നീട്. ഈ കാണുന്ന ഈ ഭാഗത്ത് 2014 നല്ല വെള്ളമായിരുന്നു. ഈ ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു, അത്രയും വെള്ളമായിരുന്നു. കാരണം ഈ പോർഷനൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിൽ തന്നെ പറഞ്ഞാൽ നിങ്ങൾ പഴയ വീഡിയോ നോക്കുമ്പോൾ കാണാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ്. അത്രയും ഞാൻ വരുന്നതിന് ഒരു 3 ദിവസം മുമ്പാണ് നമ്മുടെ വെള്ളം അവിടെ ഒരു വെള്ളപ്പൊക്കം പോലെയൊക്കെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ റോഡൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു, മുമ്പിലുള്ള റോഡ് കംപ്ലീറ്റ് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കസിൻസിൻ്റെ വീട്ടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഇവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല വെള്ളമുണ്ട്. കാരണം ഇവിടെ പോകുന്ന സമയത്ത് റിബൺ വെച്ചിട്ടുണ്ട്, റിബൺ കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ. നമ്മളതിൻ്റെ റിബണൊക്കെ താണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വന്നതാണ് ഈ ഭാഗത്തെ. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറവാണ് നോക്കുന്ന സമയത്ത്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ 2014 കണ്ട വീഡിയോസ് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ കാണുന്ന ഈ വള്ളി പിടിച്ചിട്ട് അപ്പുറത്ത് ആ പാറയിലോട്ട് ക്രോസ് ചെയ്യും. ഇതിന് താഴത്ത് വേറെ ചെറിയ പാറയുണ്ട്, 10 വർഷം കൊണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് സംഭവങ്ങൾ. പിന്നെ ഇവിടെ നിന്ന് കാരണം ആ വള്ളി പിടിച്ച പോലെ അങ്ങോട്ട് പോകാൻ തന്നെ പോലും, അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങോട്ട് വരാനുള്ള. കാരണം ഇവിടെ ഫുള്ള് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വള്ളിയിലൂടെയാണ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയത്. ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ നല്ല മഴ വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, വെള്ളം പാറ ഫുള്ള് കയറി തുടങ്ങി വെള്ളം. എങ്ങനെയോ രക്ഷപ്പെട്ടാണ്. നമ്മൾ ആ ഒരു ആവേശത്തിൽ ഇരുന്ന് പോയി, സാഹസികത്തിൻ്റെ അങ്ങനെയൊക്കെ ഇരുന്നിട്ടൊക്കെ ഇരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ഇരിക്കാണ്ട് പറഞ്ഞ് ഇപ്പോൾ പേടിയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അന്ന് ബാച്ചലർ ലൈഫാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഫാമിലിയൊക്കെ ആയതിനു ശേഷം നമ്മൾ അങ്ങനെ അത്രത്തോളം സാഹസികമാണ്, പക്ഷെ എന്നാലും അത്രത്തോളം എടുക്കില്ല റിസ്ക്. വൈഫൈക്കാണെങ്കിൽ പ്രത്യേകം ഈ ഭാഗത്തോട്ട് വരാൻ തന്നെ പേടിയായിരുന്നു. ഞാനത് നിർബന്ധിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് ഇനി വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങോട്ട് ഈ വെള്ളത്തിൻ്റെ ശബ്ദം നന്നായിട്ട് ശബ്ദമുണ്ട് ഈ വെള്ളത്തിന്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സ് ചെയ്ത് എപ്പോഴാണ് വെള്ളം കയറുന്നുള്ള നോക്കുള്ളതുകൊണ്ട് പേടിച്ചിട്ട് വന്നില്ല എൻ്റെ അടുത്ത്. ഈ പറഞ്ഞ കുഴിയിലോട്ടിൻ്റെ ആ ഭാഗത്തോണ്ട് വന്നില്ല, അവർ താഴത്തിന് നിന്നു പേടിച്ചിട്ട്. ഈ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണെന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ വെള്ള ഫോഴ്സ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ പഴയത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവ് തന്നെയായിരുന്നു. പക്ഷെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പച്ചപ്പ്, ഹരിതാപ, ഊഷ്മളത, അത് ഒരു രക്ഷയില്ലായിരുന്നു ഇപ്രാവശ്യം. കാരണം അന്ന് ഞാൻ മുമ്പ് വരുന്ന സമയത്തൊന്നും ഇത്രയ്ക്കും പച്ചപ്പില്ലായിരുന്നു ആ സമയത്ത്. കൊച്ചി രാജാവിൽ പറയുന്ന പോലെ എങ്ക പാത്താലും നീ, അതുപോലെയാണ് ഇപ്പോൾ വൈഫിൻ്റെ അവസ്ഥ. ഞാൻ എവിടെ ഫ്രെയിം വീടെടുക്കാൻ നിന്ന് അവിടെയൊക്കെ വൈഫുണ്ടാവും. ഈ പൊതുവെ എല്ലാ റീൽസിലും കാണുന്ന ആ ഒരു വീടില്ലേ, ആ വീടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ വീട് എന്നുള്ളത്. പിന്നെ അതേപോലത്തെ പാടങ്ങൾ, പാലക്കാട് ഒരുപാട് സ്ഥലത്ത് പാടങ്ങൾ, എൻ്റെ ഭാഗത്തും പാടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മല, അതുപോലെ തന്നെ ഈ പറഞ്ഞ പനകൾ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പാടങ്ങൾ പൊതുവെ പാലക്കാട് ഭാഗത്ത് കുറവാണെന്നുള്ളതല്ല, പാലക്കാട് ഭാഗത്ത് ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ഇത്രയും സ്പെഷ്യലായിട്ട് വരുന്നത്. കാരണം ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടുന്നത്
അതുകൊണ്ട് കാരണം മല ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ പന പൊതുവെ പാലക്കാട് ഭാഗത്ത് പൊതുവെ പാടത്ത് പനകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ മലയും പനയും കൊണ്ടുള്ള ബാക്ക്ഗ്രൗണ്ട് റെയറാണ്. അതാണ് കൊല്ലങ്കോടിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് പൊതുവെ. ഹിമാലയത്തിന് താഴെയുള്ള പാടത്ത് പണിക്കാർ വന്നിട്ട് ഇപ്പോൾ യൂറിയ അതോ കമ്പോസ്റ്റോ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഇടാൻ വേണ്ടി ഒരു 3 കവറിൽ 3 പേര് വന്നിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ 2008 വരെ ഞങ്ങളുടെ വീട്ടിൽ പാടം ഒക്കെ ഉണ്ടായിരുന്നതാണ്. പാടം, പശുക്കൾ എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്നുള്ളത് ഇവിടുത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ, ആ മലയും ആ വീടും അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഈ പാടങ്ങളുമാണ് ഇവിടുത്തെ ഈ ഭാഗത്തിൻ്റെ അട്രാക്ഷൻ എന്നുള്ളത്. കൊല്ലങ്കോട് എന്നുള്ള സ്ഥലം കാണിക്കുന്ന സമയത്ത് ഭൂരിഭാഗം റീൽസിലും വരുന്ന ഒരു വീടാണ് ആ കാണുന്ന വീടെന്നുണ്ട്. അങ്ങനെ കണ്ണീർ പൂവിൻ്റെ കവിളിത്തലോടെ പാട്ടും പാടി ഞാൻ വിദൂരമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മോഹൻലാൽ കനാലിൻ്റെ സൈഡിലൂടെ നടക്കുന്ന പോലെ. കാരണം ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഈ പറഞ്ഞ വീട്, ഇതുപോലെ തന്നെ പാടവരമ്പുകൾ, അതുപോലെ തന്നെ ഈ ഒരു ഒറ്റയായിട്ട് നിൽക്കുന്ന ഒരു മരം, അത് എൻ്റെ പരിസരത്തില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ മാക്സിമം ശ്വാസം ഒരുമിച്ച് ഒരു കൊല്ലത്തേക്കും 10 കൊല്ലത്തേക്കുള്ള ശ്വാസം ഒരുമിച്ച് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന്. ഞാൻ പൊതുവെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ശ്വാസം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു ചാൻസ് നമുക്ക് ഇനി എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നല്ല ഇൻഹെയിൽ എക്സെൽ നന്നായിട്ട് എടുക്കാറുണ്ട്. അവിടെ നിന്ന് ഒരു ബോഡി പ്യൂരിഫിക്കേഷൻ കൂടിയാണ് നമുക്ക് അവിടെ നടത്താം. ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത്. കാരണം ഒരുപാട് പൊള്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നമുക്കവിടെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു, സീതാകുണ്ടിൽ നിന്ന് തിരിച്ചു. അതുപോലെ തന്നെ എന്താണ് താമരപ്പാടം എന്നുള്ള സ്ഥലത്ത് നിന്ന് തിരിച്ചിട്ട് നേരെ പോകുന്നത് ചിങ്ങഞ്ചിറയിലോട്ടാണ്. ചിങ്ങഞ്ചിറയിലോട്ട് പോകുന്ന വഴിയിലാണ് വേറെ ഒരു സ്ഥലമുണ്ട്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നോക്കൂ, ഇത്ര ഭംഗിയായിട്ടുള്ളത് നമുക്ക് മല. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വളരെ 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 ആകർഷണീയമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മല എന്നുള്ളത്, മല, പന എന്നൊക്കെ ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് പൊതുവെ. എന്താ കാണുന്നതാണ് ചെല്ലഞ്ചേട്ടൻ്റെ കട എന്നുള്ളത്, ചായക്കട. ഇവിടെ പ്രധാനമായിട്ടുള്ളത് നമുക്ക് വന്നിട്ട് പരിപ്പോടിയും ഉഴുന്നോടിയും ചായയാണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ വരുമ്പോൾ കയറാമെന്ന് കൊണ്ട് നേരെ ചിങ്ങഞ്ചിറയിലോട്ട് എത്തി. അപ്പോൾ ചിങ്ങഞ്ചിറ എന്നുള്ളത് ഒരു പ്രകൃതി ക്ഷേത്രം കൂടിയാണ്. കറുപ്പസ്വാമിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി, പ്രതിഷ്ഠ എന്നുള്ളത്. ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ കളിയാട്ടം, അതുപോലെ തന്നെ ഈ ഒരു ആൽബം സോങ് ഉണ്ട്, സുന്ദരിയെ വാ എന്നുള്ള ആ ആൽബം സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരുപാട് പാട്ടുകളും ഈ സിനിമ ഇതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ചിങ്ങഞ്ചിറ എന്നുള്ളത്. അവിടെ പ്രകൃതി അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പ്രധാനമായിട്ടും പേരാളിൻ്റെ ഒരു കൂട്ടം തന്നെയാണ് ഈ ചിങ്ങഞ്ചിറയിലുള്ളത്. അതുകൊണ്ട് ഒരുപാട് ധാരാളം വള്ളിപ്പടപ്പ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് അതെന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്നുള്ളത്. ഈ ഏരിയയുടെ അട്രാക്ഷൻ എന്നുള്ളത് ചിങ്ങഞ്ചിറ എന്നുള്ള സ്പെഷ്യലാക്കുന്നത് ഈ പറഞ്ഞ പോലെ പേരാൽ വൃക്ഷങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് ഈ ഏരിയ അല്ലെങ്കിൽ ഈ സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ നേരെ ചെല്ലഞ്ചാട്ടിൻ്റെ കടയിലോട്ട് വന്നു. ചെല്ലഞ്ചാട്ടിനകത്തോട്ട് കയറി. അപ്പോൾ വൈഫ് അവിടെ ഉള്ളത് ചായയും പിന്നെ ഉഴുന്നുവട, പരിപ്പുവടയാണ് ഉള്ളത്. ഈ 3 സംഭവങ്ങൾ അവിടെ പ്രധാനമായിട്ടും ഉള്ളത്, വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ വൈഫ് നമുക്കൊരു വട കഴിക്കാം, എനിക്ക് പറഞ്ഞു എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു ഓക്കെ വട കഴിക്കാം. വട പക്ഷെ നല്ല ടേസ്റ്റുള്ള വട, സൂപ്പർ വട ഇതായിരുന്നു. ചായ ഞാൻ കുടിക്കാൻ നിന്നില്ല, പക്ഷേ വട നല്ല ടേസ്റ്റ്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കളത്തിലോട്ടാണ്. ചെല്ലഞ്ചേട്ടൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള റോഡ്, റൈറ്റിലേക്ക് പോയാൽ ചിങ്ങഞ്ചിറ, സ്ട്രെയിറ്റ് പോയാൽ മതി. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞു വെച്ചാൽ ഒരു പാലമൊക്കെ വരും. പാലത്തിൻ്റെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കളത്തേക്ക് എഴുതുക കുറച്ച് ദൂരം പോകാനുണ്ട്. അവിടെ നിന്ന് പോയി കഴിഞ്ഞു വെച്ചാൽ നേരെ കളം എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കളം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എങ്കിലും നമ്മൾ ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകുന്നതെന്ന് മാത്രം. ഈ കാണുന്നതാണ് കളം എന്നുള്ളത്. അതായത് ഒരു പാറയുടെ മുകളിൽ ആണ് ഒരു ചെറിയൊരു റൂം, ഒരു വീടല്ല ഒരു റൂം. ആ റൂമിനകത്തും പാറയാണ് അത്ര.
ഓക്കെ, പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ല കാണാൻ. ഈ ഏരിയ നോക്കൂ, ഇതുപോലത്തെ ഫുള്ളും മലകൾ തന്നെ, മലയും പാടം തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്നുള്ളത്. കളം എന്ന് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്തിട്ട് വരുന്ന സംഭവങ്ങൾ. പാലക്കാട് പക്ഷേ കറ്റതല്ലാണ് സ്ഥലം. നമ്മൾ നെൽമണിയൊക്കെ ഉതിർക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിനവർ കറ്റതല്ല എന്ന് പാലക്കാട് പക്ഷേ പറയാം. അപ്പോൾ ആ തല്ലുന്ന സ്ഥലമാണ് ഈ കാണുന്ന പാറ എന്നുള്ളത്. അതിൻ്റെ ആ റൂമിനകത്തും ആ വീടിനകത്ത് ഇതുപോലെ തന്നെ പാറ തന്നെയാണെന്ന് പറയണത് അവർ, ആ പണിക്കാരങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനകത്താണ് ഈ നെല്ലൊക്കെ കൊണ്ടിടുക. അതിനാണ് കളം എന്ന് പറയണത്. നമ്മൾ ഈ വയ്ക്കോലൊക്കെ ഉണങ്ങാനിടണം, അതുപോലെ തന്നെ ഈ നെല്ല് സെപ്പറേറ്റ് ആക്കാൻ, നെല്ല് ഉതിർക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീട്ടിൽ കൃഷിയുള്ള സമയത്ത് നമ്മൾ ബെഞ്ചിലാണ് ഈ നെല്ല് കൊണ്ടുവരുന്ന സമയത്ത് തല്ലിയിട്ട് ആ നെല്ല് മണികൾ സെപ്പറേറ്റ് ആക്കുക. കെട്ടതല്ല എന്നുള്ളത് നമ്മൾ ബെഞ്ചിലേക്കാണ് തല്ലിയിട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഈ കരിങ്കല്ല് വെക്കും. കരിങ്കല്ലിട്ടിട്ട് അതിലാണ് ഈ കറ്റതല്ലുന്ന സമയത്ത് നെല്ല് ഫുള്ള് സെപ്പറേറ്റ് ആവും. എന്നിട്ട് അതിനെ വെക്കോളായിട്ട് മാറ്റി ആ വരുന്ന ചണ്ടി പോലെ സംഭവങ്ങൾ അത് നമ്മൾ വെക്കോളായിട്ട് പശുവിന് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി അവിടെ ഞങ്ങൾ കളത്തിൽ നേരെ തിരിച്ചിട്ട് നേരെ പോകുന്ന മെയിൻ റോഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് റൈറ്റ്, അതായത് പൊള്ളാച്ചി റൂട്ടിലോട്ട് പോയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് കുടിലിടം എന്നുള്ള സ്ഥലം. ഈ കാണുന്നതാണ് കുടിലിടം എന്നുള്ള സ്ഥലം. ഇവിടേക്ക് പ്രവേശന പാസ്സുണ്ട്. പ്രവേശനം സൗജന്യമല്ല, പ്രവേശനത്തിന് ഫീസുണ്ട് 20 രൂപയാണ്. പക്ഷേ 20 രൂപയ്ക്ക് നമുക്ക് ഇവിടെ മുതലാവും. കാരണം ഈ കാണുന്ന തവളക്കുളം, പിന്നെ കാർഷികപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ചെറിയ വട്ടികൾ, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ, അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുള കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാളവണ്ടി, പാലക്കാടൻ ഭാഷയിൽ മുരുവണ്ടി എന്നെല്ലാം പറയും, മുരുവണ്ടി ഉണ്ടായിരുന്നു. നമ്മുടെ കാർഷികപരമായിട്ടുള്ള ഈ ഗൃഹാതുരത്വത്തിലേക്ക് നമ്മളെ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുടിലിടം എന്നുള്ള സ്ഥലം. കാരണം ഓരോ പാടത്തിൻ്റെ ഇടയിലും ഇതുപോലെ ഓരോ ചെറു കുടിൽ, നമുക്ക് വിശ്രമിക്കാനുള്ള ചെറു കുടിൽ, ഇരിക്കാനുള്ള ചെറു കുടിൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് വരേണ്ട ശരിക്കുള്ള സമയം എന്നുള്ളത്, ഞങ്ങൾ വന്നത് നട്ടുച്ച സമയത്ത് വന്നത്, 2 മണി സമയത്ത് വന്നത്, നല്ല വെയില സമയത്ത്. ഇവിടേക്ക് വരേണ്ട സമയം എന്നുള്ളത് ഒരു പക്ഷേ ഒരു രാവിലെ നേരത്തെ വരണമെങ്കിൽ ഒരു മഞ്ഞ് മൂടിയ സമയത്തൊക്കെ വരണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും കാണാം. അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ചെമ്മാനം പൂക്കുന്ന സമയത്ത്, നല്ല സന്ധ്യാസമയത്ത് നല്ല ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ചുവപ്പ് കളറൊക്കെ ഉള്ള സമയത്ത് ആ തെങ്ങിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ല സൂപ്പർ, നല്ല കറുത്ത തെങ്ങും പുറകിൽ നല്ല ഓറഞ്ച് കളർ ബാക്ക്ഗ്രൗണ്ട്, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് 55 മിനിറ്റിൻ്റെ വീഡിയോ ആണത്. നമ്മൾ അത്ര സമയം ചിലവഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷോർട്ടാക്കിയിട്ടാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. എങ്കിലും കൊല്ലങ്കോട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഞാൻ ഇതിലൂടെ കാണിച്ചിട്ടുണ്ടെന്നാണ്, ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 18 മിനിറ്റ് തന്നെ നിങ്ങളതിനെ സഹിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ ഈ ചാനലിൽ ആകെ 1 മണിക്കൂറിൻ്റെ ഒറ്റ വീഡിയോ മാത്രമേ ഇതിലിട്ടുള്ളൂ, ഭൂമി എന്നൊരു വീഡിയോ. അത് ഈ ചാനൽ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് വാച്ച് അവർ കിട്ടുന്നതിന് വേണ്ടി ഇട്ട വീഡിയോ മാത്രമാണ്. ഇനി ഈ പറഞ്ഞ പ്രദേശത്തേക്ക് എനിക്ക് ഒരു പ്രാവശ്യം കൂടി വരണമെന്നുണ്ട്, അതായത് ഈ കൊയ്ത്ത് സമയത്ത്. അപ്പോൾ ഈ പറയുന്ന പാടങ്ങളൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് ഉണ്ടാകും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും കാണാനായിട്ട്. അപ്പോൾ വീണ്ടും വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുവരെയ്ക്കും വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയുമായി നിങ്ങളുടെ സ്വന്തം മനോദീക്ഷ വിശ്വനാഥൻ, ഒരു സാധാരണ പാലക്കാടുകാരൻ.